എന്തൊരു വലിയ അരാപ്പയ്മയല്ലേ ഇത്. ഞാൻ കണ്ടേക്കുന്ന ഫിഷിംഗ് ഫ്രിക്സിൻ്റെ അടുത്ത് മാത്രം. ഇത് ഒട്ടക പശുക്ക് കൊത്തിയിട്ട് കൈ മുറിഞ്ഞെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒറിജിനൽ വെല്ലുന്ന സീബ്ര. ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ഇതാണ്. ശരിക്കും അത്ഭുതമായിരുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ടൂറിലൊക്കെ ആവും. അപ്പോൾ നമ്മളൊരു കുട്ടി ടൂറിന് വേണ്ടി പോവാണ്. കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ഇപ്പോൾ പുതിയതായിട്ട് മാരായൻ എക്സ്പോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏപ്രിൽ 5-നാണ് തുടങ്ങിയത്. നമ്മുടെ അനുശ്രീയാണ് കേട്ടോ അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാവരും പോവാണ്, ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 2 മണിയായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ കാറിൽ ചെറിയ യാത്രയ്ക്ക് വെച്ച് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. നല്ല വൈബൊക്കെ അടിച്ച് നമ്മൾ കണ്ണൂർ എത്തിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. എന്നിട്ട് കുറച്ച് നടന്നിട്ടാണ് പോലീസ് മൈതാനത്തിൻ്റെ അടുത്ത് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഈ ഗവൺമെൻറ് ആക്കുന്ന പാർക്കിങ്ങിൻ്റെ പുതിയ സെറ്റപ്പാണിത്. ഇത് സ്റ്റാർട്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് നടന്ന് നമ്മളങ്ങനെ എക്സ്പോൻ്റെ അവിടെ എത്തി. അപ്പോൾ 4 മണി മുതൽ 9:30 വരെയാണ് എക്സ്പോ. നമ്മൾ 4 മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 4 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മളതിൽ കയറുമ്പോഴത്തെ ഫസ്റ്റ് തന്നെ കാണുന്നത് APJ അബ്ദുൽ കലാം പവേലിയനാണ്. പക്ഷേ അവരത് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടില്ല. ഫ്ലെക്സ് വരെ കയറിയതാണ്. പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് ഇതായിരുന്നു. പക്ഷെ അവർ അത്ര വൃത്തിക്കല്ല അത് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈക്കിളാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആണോ അത് നമ്മളെ പറ്റിക്കാൻ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അത് കുറച്ച് മോശമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെയും എന്തിനോ വേണ്ടി ചെയ്ത് വെച്ച പോലെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ അത് കണ്ടപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ നഷ്ടമായൊന്നും തോന്നിപ്പോയി. അതിന് ശേഷമാണ് നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ അതിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയത് കേട്ടോ. അതൊക്കെ നല്ല ജംഗിൾ തീമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മിക്കി മൗസ് ഉണ്ടായിരുന്നു, സിംബ ഉണ്ടായിരുന്നു, പെൻഗ്വിൻ ഉണ്ടായിരുന്നു, ജിറാഫ്, പിന്നെ കരടി, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുൽസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്നേ ഉണ്ടായില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അവളായിട്ട് ഒറ്റയ്ക്കുള്ള നടത്തായിരുന്നു. അത് നന്നായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ജീവനുള്ള മൃഗങ്ങളില്ലേ അതുപോലത്തെ സെറ്റപ്പിൽ അവർ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കുറേ അധികം സാധനങ്ങൾ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു, പശു, ജിറാഫ്, കുതിര, ആന, പിന്നെ ചിമ്പാൻസി, സീബ്ര, പാമ്പ്, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ അധികം ജീവികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ പൊട്ടിയിട്ടും പാളിയിട്ടൊക്കെ ഉണ്ട്. ഈ ഒട്ടകത്തിൻ്റെ നാവ് കണ്ടില്ലേ, അതിൻ്റെ കമ്പിയിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുള്ളത് അതൊന്നും അവർ ശരിയാക്കിയിട്ടില്ല. അതൊക്കെ അവർ കുറച്ച് ശ്രദ്ധിച്ചിട്ട് നല്ല സെറ്റപ്പിൽ ചെയ്യാമായിരുന്നു. അതിന് ശേഷം ഒരു കാർട്ടൂൺ തീം തന്നെ കേട്ടോ. സിംബയും എല്ലാവരും ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് അതിന് ശേഷമാണ് നമ്മൾ വളർത്തുന്ന ഫിഷുകളില്ലേ അതിൻ്റെ സെക്ഷൻ വരുന്നത്. എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. കുഞ്ഞു കുട്ടികൾക്കും ഈ ഫിഷിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അങ്ങനെ ഇല്ല കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടണൽ പോലെ കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ആ ടണലിൽ കയറുമ്പോൾ തന്നെ ഫുൾ ഇങ്ങനെ നമ്മളെ തലൻ്റെ ചുറ്റും ഇങ്ങനെ മീനിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു മനസ്സിന്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റയൂനി പിന്നെ ഈ മീനുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൽ ചിലതൊക്കെ ചത്തി എടുക്കുന്നതാണ്. അവർ ഭയങ്കര വിഷമമായിട്ട് എന്നോട് പറയായിരുന്നു, ഉമ്മ അതേ ചത്തി എടുക്കുന്ന ഉമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരായിരുന്നു. നോക്കിയേ, ഈ അരാപ്പയ്മയായിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് അവിടെ പോയിട്ട് കണ്ടത്. നമ്മൾ ഈ ഫിഷിംഗ് ഫ്രിക്സിൻ്റെ ചാനലിലല്ലേ ഈ അരാപ്പയ്മയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് ഇത്ര വലിപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത് ഇനിയും വലുതാവുന്ന അവിടെ ആൾക്കാർ പറയുന്ന കേട്ടത്. അത്രയ്ക്ക് രസമായിരുന്നു. നമ്മൾ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ അത് നീന്തി നടക്കുന്നതാണ്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ടൈഗർ ഫിഷ് ഉണ്ടായിരുന്നു. ടൈഗർ ഫിഷിൻ്റെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. ഓസ്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയ ഗപ്പീസ് ഇല്ലേ, ഗപ്പീസൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. എനിക്ക് ഈ വീഡിയോയിൽ അത് കാണുമ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കണ്ണിൽ അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ണൂർ ആരെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ കണ്ണൂർക്ക് ആരെങ്കിലും വന്നിട്ട് കാണാൻ പറ്റുകയാണെങ്കിലും വന്നിട്ട് വാച്ച് ചെയ്യണം. നമ്മളെ കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന കാഴ്ചകളാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. 120 രൂപ പോയാൽ എന്താ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഈ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ എല്ലാവർക്കും ഊട്ടിയിലും കൊടൈക്കനാലിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിന് ശേഷം നമ്മൾ കണ്ട 2 ആൾക്കാരാണ് ഇത് ഈ കാണുന്നത്. സ്കൂബ ഡൈവിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അവർ കാണുന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് എന്താ ചില്ലയിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അവർ സമ്മതിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ടി വിയിലും ഫോണിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് അവിടെ നോക്കി. കുട്ടികൾക്ക് മെയിനായിട്ട് ഇത് കുട്ടികളെ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നത്. കുട്ടികൾ അതിൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഉണ്ടായില്ല. കുറേ ഹൈഫൈ കൊടുത്തിട്ടും വി പറഞ്ഞിട്ടൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. റെയ്യുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുൽസുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നതാണ് പെറ്റ് സ്റ്റേഷൻ കേട്ടോ. അവിടെ അധികം ബേർഡ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ കുറേ അധികം ബേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ലവ് ബേർഡ്സ്, പിന്നെ അങ്ങനെ എനിക്ക് പേരറിയില്ല, ഫിഞ്ചസൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഫിഞ്ചസിനെ കാണാനൊക്കെ നല്ല രസമല്ലേ. ഇത് തത്തനെ പോലത്തെ വേറൊരു സംഭവം. ഇത് പഞ്ചവർണ്ണ തത്താട്ടാ. പിന്നെ കണ്ടത് മറ്റേ ഇതിൻ്റെ പേര് എന്തെന്ന് ഞാൻ മറന്നു. ഇതിൻ്റെ പേരെന്താടാ? ഇഗ്വാന. ഇഗ്വാന ഉണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞി കുരങ്ങച്ചനെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. കുഞ്ഞി കുരങ്ങൻ. അതിങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഗ്രില്ലിൽ കയറിയിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും കൈയൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല. ഞാനും കൈയൊന്നും വെച്ച് കൊടുത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ വക സംഭവങ്ങളൊക്കെ. അങ്ങനെ അതിങ്ങനെ ഗ്രില്ലിൽ കൂടെ നടക്കുന്ന കുറേ നേരം ഇങ്ങനെ കണ്ടതിന് ശേഷം അങ്ങ് ദൂരെ ഒരാൾ നടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ റെയ്യു കണ്ട അതിന് നന്നായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദീ വന്ന് അതിങ്ങോട്ടേക്ക് റെയ്യുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേ നമ്മളെ കുൽസുവിൻ്റെ കയ്യിൽ കൊത്തി. കുൽസുവിൻ്റെ കയ്യിൽ കൊത്തി മക്കളെ. ഇതേ നല്ലോണം ചോര വന്നത് കയ്യിൽ നല്ലോണം മുറിവായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ തീറ്റി എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് സാധാരണ എല്ലാ എക്സിബിഷനും ഉള്ള പോലെ തന്നെ കമ്പിളിക്ക് പുതപ്പ്, പിന്നെ വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ മുട്ടായി മാത്രം. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി പ്ലേ ഏരിയയിലെത്തി. ഇവിടെ അത്യാവശ്യം വൃത്തിക്ക് തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എല്ലാ എക്സ്പോക്കും പോവാറുണ്ട്. അപ്പോൾ ഫുള്ള് മണ്ണിന് തന്നെ ആവും പരിപാടിയൊക്കെ. അപ്പോൾ ഈ പിള്ളേരൊക്കെ മണ്ണിൽ കിടന്ന് കളിക്കലൊക്കെ ഉണ്ടാവുക. പക്ഷെ അവർ മാറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാതും പുതിയ ഈ റെയ്ഡുകളായിട്ട് തോന്നിയിട്ട് എല്ലാം നല്ല പെയിൻ്റ് അടിച്ച് നല്ല ഫിനിഷിങ് ഉള്ള പോലെ തോന്നി. അത് നല്ല സെറ്റപ്പ് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ എക്സിറ്റ് അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടാട്ടല്ലോ. നടന്നിടത്ത് ക്ഷീണിച്ചു. അതിന് മാത്രം കാണാനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് മറക്കാണ്ട് ചെയ്യുക. പിന്നെ ഫാമിലിയിലായി